വിപ്രന്റെ ബലം വിദ്യയാണ്, രാജാവിന്റെ ബലം സൈന്യത്തിലാണ്, കച്ചവടക്കാരന്റെ ബലം ധനത്തിലാണ്, മറ്റുള്ളവരുടെ പരിചരണത്തിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹബന്ധമാണ് ശൂദ്രന്റെ ബലം. ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് പഴയകാലത്ത് മനുഷ്യരെ നാലായി തരംതിരിച്ചിരുന്നു. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണിത്. ജാതി വ്യവസ്ഥയെ ദൃഢീകരിക്കുകയാണ് ചാതുർവർണ്ണ്യം എന്നാണ് ചിലർ വ്യാഖ്യാനിച്ചത്. പക്ഷേ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു അത്. കച്ചവടം ചെയ്യുന്നവൻ വൈശ്യൻ എന്നറിയപ്പെടുന്നു, അവർ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചാലും. ഇവിടെയും അത്തരമൊരാശയമാണ് പറയുന്നത്. വിപ്ര എന്നാൽ ബ്രാഹ്മണൻ അഥവാ ജ്ഞാനി. ജ്ഞാനിയുടെ ബലം സമ്പത്ത്, വിദ്യയാണ്. കാരണം വിദ്യയാകുന്ന സമ്പത്ത് ഉപയോഗിച്ച് അവർ ജീവിക്കും. അധ്യാപനം തുടങ്ങുന്നവരൊക്കെ ഈ വിഭാഗത്തിൽ പെടുന്നു. രാജാവിന് സൈനിക ബലം. രാജാവ് എന്നാൽ ക്ഷത്രിയൻ, ക്ഷാത്രവീര്യമുള്ളവൻ. രാജ്യരക്ഷയാണ് അവരുടെ ധർമ്മം. അവർക്ക് സൈന്യം തന്നെ ബലം. പിന്നീട് വൈശ്യനെ കുറിച്ച് പറയുന്നു. കച്ചവടം ചെയ്യുന്നവൻ വൈശ്യഗണത്തിൽ പെടുന്നു. വ്യാപാരാദികളും അതിൽ അറിവുള്ളതുമാണ് ബലം. അതുമൂലം അവൻ സമ്പത്തുണ്ടാക്കുന്നു. സേവനങ്ങളാണ് ശൂദ്രന്റെ കർമ്മങ്ങൾ. പൊതുവായ എല്ലാ ജോലികളും ചെയ്യുന്നത് ശൂദ്ര വിഭാഗമാണ്. ആദ്യത്തെ 3 വിഭാഗക്കാർ ഓരോ പ്രത്യേക മേഖലയിൽ മാത്രമാണ് പ്രാഗൽഭ്യമുള്ളത്. എന്നാൽ ശൂദ്ര സാങ്കേതികമായി എല്ലാ തൊഴിലുകളും അറിയുന്നവരാണ്. പരിചര്യ എന്ന സേവനത്തിനർത്ഥം എല്ലാവിധ ജനങ്ങൾക്കും ഉപകാരപ്രദമായ സേവനങ്ങൾ ചെയ്യുന്നവരാണെന്നർത്ഥം. ഗൃഹനിർമ്മാണം, ശില്പനിർമ്മാണം തുടങ്ങിയ വിവിധ മേഖലകളിൽ ശൂദ്രരുടെ സേവനം ആവശ്യമായിരുന്നു. ഇങ്ങനെ 4 വിഭാഗങ്ങൾക്കും ഒത്തൊരുമയോടുകൂടി കഴിഞ്ഞിരുന്ന ചാണക്യന്റെ കാലത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്. ബലം വിദ്യ വാ വിപ്രാണം രാജാനം സൈന്യം ബലം തഥാ ബലം വിത്തം പവൈശ്യനാം ശൂദ്രാണം പരിചര്യേയം.